പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023 നടന്ന 4ാം ക്ലാസ് അറബിക് പരീക്ഷ, വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ? നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പറെ. വളരെ എളുപ്പമായെന്ന് തോന്നുന്നു. ഒന്നാമത്തെ വിഭാഗം ചോദ്യം എന്തായിരുന്നു? നഖറഉൽ ഹിക്കായ വനുജീബ് അനിൽ അസ്ഇല. താഴെയുള്ള കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താ കഥ? നൗഫൽ ദാരിസും ഫി സഫി റാബി. നൗഫൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ്. അൽ യൗമ യജ്രി ഫി മദ്രസതിഹി അൽ ഇഹ്തിഫാൽ സനവി. ഒരു ദിവസം അവന്റെ സ്കൂളിൽ ആനുവൽ ഡേ നടക്കുകയായിരുന്നു. വസല നൗഫൽ വാസ്തിഖാഹു ഇലൽ മദ്രസ. നൗഫലും അവന്റെ കൂട്ടുകാരും സ്കൂളിലേക്ക് എത്തി. മുബക്കിറൻ, നേരത്തെ എത്തി. ഫി മലാബിസിൻ ജദീദ, ഇത് പുതിയ വസ്ത്രത്തിൽ. പുതിയ വസ്ത്രമൊക്കെ ഇട്ടാണ് നൗഫൽ വന്നത്. ഇജ്തമാ നാസു ഫി ഫിനാഇൽ മദ്രസ. സ്കൂൾ മുറ്റത്ത് ജനങ്ങൾ കൂടി. ബദഅൽ ബർനാമജ് ഫി സാഅത്തുൽ ആഷിറ. പരിപാടി തുടങ്ങിയത് ഫി സാഅത്തുൽ ആഷിറ, 10 മണിക്ക്. സബാഹൻ, രാവിലെ 10 മണിക്കാണ് തുടങ്ങിയത്. വഫി വക്തുൽ ഗദാഇ, ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഉച്ചഭക്ഷണ സമയത്ത്. വജദ നൗഫൽ കണ്ടു. മെഹ്ഫലത്തൻ, ഒരു പേഴ്സ് കണ്ടു. അമാമൽ മസ്റഹ്, സ്റ്റേജിന്റെ മുമ്പിൽ. അഖദഹ, അതെടുത്തു. വഅസ്റഅ ബിഹാ ഇലാ നാദിറുൽ മദ്രസ, അതുമായിട്ട് എച്ച്എമ്മിന്റെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നു. ഹന്ന അഹുൽ മുദരിസൂൻ, അധ്യാപകർ അവനെ പ്രശംസിച്ചു. അലാ സിദ്ഖിഹി, അവന്റെ സത്യസന്ധതയിലും. വഅമാനതിഹി, അവന്റെ ഉത്തരവാദിത്വ ബോധത്തിലും. അപ്പൊ അവനെ അഭിനന്ദിച്ചു എന്നാണ്. അപ്പൊ ചോദ്യം എന്താ നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഫി അയ്യി സഫിൻ യദ്റുസു നൗഫൽ. നൗഫൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നമ്മൾ ഈ പാരഗ്രാഫിൽ കണ്ടല്ലോ. ഏത് ക്ലാസ്സിലാണ് പറയൂ? ഫി സഫി അറാബിഅ എന്ന ഉത്തരം ഇവിടെ എഴുതണം. നിങ്ങളുടെ പേപ്പറിൽ എഴുതണം. അല്ലെങ്കിൽ അയിന ഇജ്തമഅ അന്നാസ്, ജനങ്ങൾ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? എവിടെയാണ് പറയൂ? ഫി ഫിനാഇൽ മദ്രസ, മദ്രസയുടെ മുറ്റത്ത്. മതാ ബദഅൽ ബർനാമജ്, പരിപാടി എപ്പോഴാ തുടങ്ങിയത്? എപ്പോഴാ തുടങ്ങിയെന്ന് പറഞ്ഞ്? ഫി സാഅത്തിൽ ആഷിറത്തി സബാഹൻ, രാവിലെ 10 മണിക്കാണ് തുടങ്ങിയത്. മതാ ബദഅ, അത് പറഞ്ഞു. മതാ ബദഅ. പിന്നുള്ളത് വസല നൗഫൽ ഇലൽ മദ്രസ. നൗഫൽ മദ്രസയിലേക്ക് എത്തി. എത്ര മണിക്കാണ്? അല്ലെങ്കിൽ എപ്പോഴാണ് എത്തിയത്? എപ്പോഴെത്തിയത്? ഏത് സമയത്താണ്? വസല നൗഫൽ വാസ്തിഖാഹു മുബക്കിറൻ, നേരത്തെ എത്തി കേട്ടോ. അപ്പൊ നേരത്തെ എന്ന വാക്കാണ് എഴുതേണ്ടത്. മുബക്കിറൻ. വജദ നൗഫൽ കണ്ടു. ഡാഷ് അമാമൽ മസ്റ, സ്റ്റേജിന്റെ മുമ്പിൽ എന്താ കണ്ടത്? മെഹ്ഫല, അല്ലെ? ഒരു പേഴ്സാണ് കണ്ടത്. അപ്പൊ അങ്ങനെയാണ് അതിന് ഉത്തരം നൽകേണ്ടിയത്. ഇത് കണ്ട e4eduweb.blogspot.com, ഇത് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കുറേ അധികം മെറ്റീരിയലുകളും മറ്റു സാധനങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറും വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കുക. ഇതിൽ കുറേ അധികം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താ? നുക്കമ്മിലുൽ ഹിവാർ, ഹിവാർ പൂർത്തീകരിക്കുക. ബഅദ തനാവുൽ ഗദാ, ഭക്ഷണം, അതായത് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം. റഅ നൗഫൽ സ്വദീഖഹു, നൗഫൽ തന്റെ കൂട്ടുകാരൻ മുഹ്സിനെ കണ്ടു. യബിക്കി വഹീദൻ, ഒറ്റയ്ക്ക് നിന്ന് കരയുന്നത് കണ്ടു. അഖ്ബറ നൗഫൽ മുദർരിസതഹു, ഇതെന്ത് ചെയ്തു? നൗഫൽ തന്റെ ടീച്ചറോട് പറഞ്ഞു. ജാഅത്തിൽ മുദർരിസ, അധ്യാപിക വന്നു. ഫജറാ ബൈനഹും ഹിവാർ, അപ്പൊ മുഹ്സിനും ടീച്ചറും തമ്മിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഹിവാറിന്റെ വിട്ടുപോയ വാക്കുകൾ ഇവിടെയുണ്ട്, അത് ഇവിടേക്ക് എടുത്ത് എഴുതണം. ഒന്നാമത് മുദരിസ് ചോദിച്ചു, മാ ബിക യാ മുഹ്സിൻ, മുഹ്സിനെ നിനക്ക് എന്ത് പറ്റി? ഇപ്പൊ മുഹ്സിൻ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? അവന് വേദനയായിരിക്കും അല്ലെ, ചിലപ്പോ കരയുന്നത്. അതാണ് പറയാം, അലമുൻ ഷദീദ്, അവന് നല്ല വേദനയാണ്. ഇതിന്റെ അർത്ഥം തനാവൽത്തു, ഞാൻ ഭക്ഷണം കഴിച്ചു എന്നാണ്. മുസ്തഷ്ഫ, ആശുപത്രി. മഷ്റൂബാത്ത്, പാനീയങ്ങൾ, ഡ്രിങ്ക്സ്. മത്ത, എപ്പോൾ. ഈ വാക്കുകൾ അതിൽ വരേണ്ടത്. അപ്പോ അലമുൻ ഷദീദ് എന്ന് പറഞ്ഞു. മുദരിസ് ചോദിച്ചു ഡാഷ് ബദഅ, തുടങ്ങി എന്നാണ്.
എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എപ്പോൾ തുടങ്ങി? എപ്പോൾ എന്നുള്ളതിന് വാക്കേതാ? ഈ മത്തയല്ലേ? അതെ. പിന്നെ മുഹ്സിൻ അൽ ആൻ, മുസ്ലിം പറഞ്ഞു ഇപ്പോഴാ തുടങ്ങിയെന്ന്. അപ്പൊ മുദരിസ് ചോദിച്ചു ഹൽ ഹൽ എന്താ? ഹൽ ഡാഷ് ഷൈഅൻ ബഅദൽ ഗദാ, നീ ഉച്ചഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിരുന്നോ? അപ്പൊ കഴിച്ചിരുന്നോ വാക്ക് എന്താണ്? തനാവൽത്ത അല്ലെ? തനാവൽത്ത എന്നാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത്. മനസ്സിലായോ? മുസ്ലിം പറഞ്ഞു നഅം, അതേ ഞാൻ കഴിച്ചിരുന്നു. ഷരിബ്തുൽ അസീറൽ മുഅബ്ബ, പാക്കറ്റ് ജ്യൂസ് ആണ് കഴിച്ചത്, അതുകൊണ്ടാണ് വയറ് വേനിക്കുന്നത്. മുദരിസ് ചോദിച്ചു ലാ തഷ്റബ്, നീ കുടിക്കരുത്, മിസല ഹാദിഹി, ഇതുപോലുള്ള പാനീയങ്ങൾ, മഷ്റൂബാത്ത്, അതാണ് ഇവിടെ വരിക അല്ലേ? പിന്നെ മുസ്ലിം ചോദിച്ചു തബഅൻ, തീർച്ചയായും, യാ സയ്യിദത്തി, മാഡം അല്ലെങ്കിൽ ടീച്ചർ, അതെ ശരി, ഞാൻ കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മുദരിസ് ചോദിച്ചു ലാ ബസ്, കുഴപ്പമില്ല, നറൂഹു, നമുക്ക് പോകാം, ഇല, എവിടേക്ക് പോകാം? എവിടേക്ക് പോകാം? ആശുപത്രിയിൽ, മുസ്തഷ്ഫ, അതാണ് നമ്മൾ അവസാനം ഇവിടെ വരേണ്ടത്. ഇത് കണ്ട, ഈ എജുവെബ് അറബിക് എന്നുള്ളത് ഇതൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഫോണിൽ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പഠന മെറ്റീരിയലും മറ്റൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എജുവെബ് അറബിക് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് അത് കിട്ടും. മനസ്സിലായോ? ഇനി മൂന്നാമത് നുൻഷിദ് വനുക്കമ്മിൽ എന്നാണ്. എന്താണ് ഇത്? ഈ പദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ. ദഖലത്ത് ഹിബ ഫാത്തിമ അൽ മസ്റഹ്, ഹിബ ഫാത്തിമ സ്റ്റേജിൽ, നേരത്തെ പരിപാടി നടക്കുമല്ലേ, സ്റ്റേജിൽ പ്രവേശിച്ചു. ഓ അൻഷദത്ത് മൻലൂമൻ അനിൻ നവാഫ, വൃത്തിയെ കുറിച്ച് ഒരു പാട്ടാണ് അവള് പാടിയത്. ആ പാട്ട് ഇവിടെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കും? യാസുമാല ഈ യാസുമാല ഈ നഫലു ജിസ്മൻ യാസുമാല, നമുക്ക് ശരീരം സംരക്ഷിക്കാം. അപ്പൊ യാസുമാല ഈ ഡാഷ് നഗസിലു സൗബൻ യാസുമാല, നമുക്ക് എന്താണ്? വസ്ത്രം കഴുകാം എന്നാ പറയുന്നത്. അപ്പൊ ഇത് എല്ലാത്തിന്റെയും എൻഡിൽ ഈ ജുമല എന്ന് കാണുന്നുണ്ട് അല്ലെ? സുമല, ഇവിടെ ജുമല ഈ എന്നാണ്, അതുകൊണ്ട് ഇവിടെയും ജുമല ഈ എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമാണല്ലോ. ഡാഷ് യാ ഹബാബി, ഇവിടെ യാസുമല ഈ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ എന്താ വരിക? യാ ഹബാബി യാ അഹ്ബാബി നകുലു ഹസനൻ യാ ഹബാബ് യാ അഹ്ബാബി യാ അഹ്ബാബി നത്രുദു മർലൻ, അഹ്ബാബി എന്നാണ് വരിക, അഹ്ബാബ് എന്നാണ് വരിക. ഇവിടെ ആയതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കണം? അഹ്ബാബ് എന്ന് കൊടുക്കണം. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഈ അഹ്ബാബ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഡാഷ് യാ ഇഖ്വാനി യാ ഇഖ്വാനി നക്നിസു ഖദറൻ യാ ഇഖ്വാൻ, അല്ലേ? വൃത്തികേട് വൃത്തിയാക്കുക. അപ്പൊ യാ ഇഖ്വാനി യാ ഇഖ്വാനി നഹ്മിൽ ബിഅ യാ ഇഖ്വാൻ, ഈ വാക്ക് തന്നെ ഇവിടെ എടുത്തേക്കുക. അപ്പൊ അത്രയാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ്? സാറ നൗഫൽ അൽ മാറൽ, നൗഫൽ എക്സിബിഷൻ സന്ദർശിച്ചു. ബി മുനാസബത്തിൽ ഇഖ്തിഫാൽ, നമ്മളെ സ്കൂളിൽ ഇത് നടക്കുമല്ലേ, അപ്പൊ അതിന്റെ എക്സിബിഷനിൽ പോയി. മാഹു അസ്തി, അവന്റെ കൂടെ അവന്റെ കൂട്ടുകാരുണ്ട്. റഊ ബഅദ സൂറ, അവിടെ കുറെ ചിത്രങ്ങൾ കണ്ടു. നുലാഹിൽ സുവർ, ആ ചിത്രം നോക്കിയിട്ട് വനഖ്താറിൽ ജുമലൽ മുനാസിബ മിനൽ ഖാന, താഴെ ഒരു കോളത്തിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. അനുയോജ്യമായ സെന്റൻസ് ഓരോന്നിന്റെയും താഴെ എടുത്തെഴുതണം. ഓക്കെ. ഇപ്പൊ എന്താ സെന്റൻസുകൾ നോക്കാം നമുക്ക്. യഫ്ഹസു ത്വബീബ അൽ മരീദ്, ഡോക്ടർ രോഗിയെ പരിചരിക്കുന്നു. യുസായിദുൽ വലദു അൽ ഹരിം, കുട്ടി ആരെ? വയസ്സായ മനുഷ്യനെ സഹായിക്കുന്നു. യഖൂമുൽ വാലിദു അമാമ സൈദലിയ, ഉപ്പ എന്തിന്റെ മുമ്പിൽ നിൽക്കുന്നു? എന്താണ്? നമ്മുടെ ഈ ഫാർമസിന്റെ മുമ്പിൽ നിൽക്കുന്നു. യഖൂമു ഷുർത്തി വസ്തശാരിയ, പോലീസ് റോഡിന്റെ നടുവിൽ നിൽക്കുന്നു. യഖഫുൽ ഖിതാഉ ഫിൽ മഹത്ത, ട്രെയിന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. യൽഅബുൽ വലദു വൽ ഖുറ, കുട്ടി പന്ത് കളിക്കുന്നു. അപ്പൊ യൽഅബുൽ വലദു വൽ ഖുറ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ട്രെയിൻ ആണ് അല്ലെ? ഈ ട്രെയിനിന് യോജിച്ച വാക്ക് ഏതാണ് ഇതില്? യഖഫുൽ ഖിതാഉ വൽ മഹത്ത, അതാണ് നമ്മൾ മുകളിൽ ഇവിടെ എടുത്തെഴുതേണ്ടത്. ഇവിടെ അത് ഷുർത്തിയാണ്. ഷുർത്തി
യഖൂമു ഷുർത്തിയു വസ്തശാരി എന്നാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. പിന്നെ കുട്ടി സഹായിക്കുന്നു അല്ലെ ഒരാളെ, അതാണ് യുസാഇദുൽ വലദു വൽ ഹരിമ, വൃദ്ധനെ സഹായിക്കുന്നു. അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ ഫാർമസിന്റെ മുമ്പിൽ ഉപ്പ നിൽക്കുന്നു, അതേതാണ്? യഖൂമുൽ വാലിദു അമാമ സൈദരിയ. പിന്നെ പരിശോധിക്കുന്നത് യഫ്ഹസു ത്വബീബു അൽ മരീദ, ഇവിടെ എടുത്ത് എഴുതാം. മനസ്സിലായോ? അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നുഹല്ലിൽ വനക്തുബ് വഫിൽ മസാഇ, വൈകുന്നേരം റജഅ നൗഫൽ, നൗഫൽ മടങ്ങി ഇലാ ബൈതിഹി, അവന്റെ വീട്ടിലേക്ക്, മഅൽ ഫറഹ്, സന്തോഷത്തോടെ മടങ്ങി. ബഅദ തനാവുലിൽ അശ, അവന് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബദഅ യക്തുബു വറഖത്തൽ അമൽ, അവനൊരു വർക്ക്ഷീറ്റ് ചെയ്യാൻ തുടങ്ങി. നുസാഇദുഹു ഫി തഹ്ലീലിഹി ലഅബത്തൽ കലിമാത്ത്, പദപ്രശ്നം ക്രമീകരിക്കാൻ, പദപ്രശ്നം പരിഹരിക്കാനുള്ള വഴി അവന് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, മുസല്ലസ്. കേട്ടോ, അതേതാണ്? ഇതാ മുസല്ലസ് അല്ലെ. ഇതിന് നമ്മൾ എന്താ പറയാ? ഇതിന് മർഹം എന്നാ പറയാ അല്ലെ. മർഹം, മർഹം നമ്മൾ ഇവിടെ ഈ പെട്ടിയിൽ കണ്ടെത്താം. ശരി, നമുക്ക് ഓരോന്ന് കണ്ടെത്താം. ഇവിടെ മർഹമാണ് അല്ലെ ആദ്യം. മർഹം, മർഹം ഇവിടെ നമ്മൾ കണ്ടെത്തുക ഇരിക്കുന്നു കേട്ടാ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ പെട്ടി ഇടണം, മർഹം എന്ന്. ഓക്കെ. പിന്നെ ഇതെന്താണ്? ബബഗ അല്ലെ. ബബഗ ആണ്. ബബഗന്റെ വാക്ക് എവിടെ നോക്കൂ, എങ്ങനെ കണ്ടെത്താം? ദാ ബാബ് ഗ, ഇത്രയും ഇങ്ങനെ ഇടണം. മനസ്സിലായോ? പിന്നുള്ളത് ഇതെന്താണ്? യഅസൂബാണ്, നമ്മളെ തുമ്പി. തുമ്പിയുടെ വാക്ക് എവിടെ നിങ്ങൾ കണ്ടെത്തൂ? യഅസൂബ്. ഇതായിരിക്കണം, യഅസൂബ്. ഉണ്ടോ? യഅസൂബ്. ഇനി ഇത് മിസ്തറയാണ്. മിസ്തറ, സ്കെയില്. സ്കെയിലിന്റെ വാക്ക് എവിടെ നോക്കൂ? ഇതായിരിക്കും, എന്താ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. മിസ്തറ. റെഡി അല്ലേ? പിന്നെ അവസാനത്തെ ഇത് ഷറാബാണ്. ഷറാബ്, നമ്മുടെ ഇത് ടോണിക്, ഷറാബ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? പിന്നെ അപ്പൊ ഇതിന്റെ നാലാമത്തെ ഉത്തരം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ആ വാക്കുകൾ ഇവിടെ എഴുതും വേണം, ഒപ്പം ഇതും ചെയ്യും വേണം കേട്ടോ. ഞാനിപ്പോ കാണിച്ചു തന്നില്ലേ വാക്കുകള്. ഇനി ആറാമത്തെ പ്രവർത്തനം നുമയ്യിസു വനക്തു ബഅദ കിതാബത്തിഹി, ആ നമ്മളെ മുകളിലെ പദപ്രശ്നം ചെയ്തതിനു ശേഷം സഅദ നൗഫൽ ഉഖ്തഹു, നൗഫൽ തന്റെ സഹോദരിയെ സഹായിച്ചു. അല തമ്മീസിൽ കലിമാത്തി മുഫ്രദൻ വ ജമഅൻ, താഴെയുള്ള വാക്കുകളിൽ മുഫ്രദും ജമ്മും വേർതിരിക്കാൻ വേണ്ടി സഹായിച്ചു. അപ്പൊ ഇതിലെ മുഫ്രദുകൾ ഈ കോളത്തിൽ എഴുതണം, ജമ്മുകൾ ഈ കോളത്തിൽ എഴുതണം. നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഞാന് ആദ്യം മുഫ്രദുകൾ പറയാം. നോക്കൂ. സഗീർ അല്ലെ, ചെറുത്, ഒരാളേ ഉള്ളൂ. ഹുസ്ന്, ദുഃഖം, ഒരു ദുഃഖമേ ഉള്ളൂ. അതുപോലെ സഹർ, പൂവ് അല്ലെ, അത് മുഫ്രദാണ്, ഒരു പൂവേ ഉള്ളൂ. ഷജറത്ത്, മരം, ഒരു മരമേ ഉള്ളൂ. പിന്നെ മദ്രസ, മദ്രസ, മദ്രസ എന്താണ്? സ്കൂൾ, ഒരു സ്കൂൾ. അപ്പൊ ഈ ഇത്രയും വാക്കുകൾ മക്കൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലെ. ഇനി ജമ്മുകൾ ഏതൊക്കെയാണ്? അപ്പോ ഔറാഖ്, ഔറാഖ് എന്ന് വെച്ചാൽ ഇലകൾ. മജല്ലാത്ത്, മാഗസിനുകൾ. ഔലാദ്, കുട്ടികൾ. ഷവാരി, റോഡുകൾ. റസായിൽ, കത്തുകൾ. ഇത്രയും വാക്കുകൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ആക്ടിവിറ്റി ഇതിൽ ചെയ്യാണ്ടായിരുന്നത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്കോർ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.